ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോര് രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ രസത്തിൻ്റെ കുറേ വെറൈറ്റീസ് ഓൾറെഡി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ഈ അടുത്തിടെയാണ് മോര് കൊണ്ടുള്ള രസം ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും വളരെ ഇഷ്ടം. അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ ഈ ആഴ്ചത്തെ വീഡിയോ നമുക്ക് മോര് രസം ആക്കാമെന്ന്. കാരണം ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്, നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ മോര് രസം ഉണ്ടാക്കുന്നത് എന്നുള്ളത് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ മോര് രസത്തിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ജീരകം, കുരുമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ നമ്മുടെ കടുക്, പിന്നെ ഉള്ളത് വറ്റൽമുളകാണ്. അതിൻ്റെ കൂടെ ഞാൻ പിരിയൻമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് വന്നിട്ടുണ്ടെങ്കിൽ കായപ്പൊടിയാണ്. പിന്നെ നമ്മുടെ മെയിൻ ആള് മോര്, പിന്നെ ഉപ്പ്. ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ മോര് രസം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ മോര് രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വെളുത്തുള്ളിയും ജീരകവും കുരുമുളകും ഒന്ന് ചതച്ചെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ രസം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെക്കുക, സ്റ്റൗ കത്തിക്കുക. പാൻ ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു 1.5 സ്പൂൺ, അത് 2 സ്പൂൺ ആയാലും കുഴപ്പമില്ല, ഒരളവിന് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ചെറിയ തീയിൽ വേണം നമ്മളിത് റെഡിയാക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. ഇപ്പൊ ഇവിടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ കടുകിനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായി പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുളകും നമ്മുടെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം, ഇളക്കി കൊടുക്കാം. കരിഞ്ഞു പോകാതെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നമുക്കിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ജീരകവും വെളുത്തുള്ളിയും കുരുമുളകിൻ്റെ ആ മിക്സാണ്. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി അതിൻ്റെ പച്ചമുളകൊക്കെ പോകുന്ന രീതിയിൽ ഒന്ന് നന്നായി ചൂടാക്കി എടുക്കുക. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ ഫ്ലെയിമിൽ വേണം നമ്മളിത് വെക്കാൻ, സ്റ്റവ് വെക്കാൻ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസസ് കൂടുതലാണ്. നല്ല വെളുത്തുള്ളിയുടെ ആ സ്മെല്ലൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ആ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ കായപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ഒരു അളവെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒരു എന്താ പറയാ, പ്രത്യേകിച്ച് ഇത്ര സ്പൂൺ ടീസ്പൂൺ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങോട്ട് ഇടുന്നതാണ്. ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ മോര് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഉപ്പിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മോര് രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് നമ്മുടെ മോര് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 3 കപ്പ് അല്ലെങ്കിൽ 3 ഗ്ലാസ് മോരാണ് എടുത്തിരിക്കുന്നത്. ഒത്തിരി എന്താ പറയുക, ഫ്ലെയിം ഉണ്ടാകരുത്. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ മോര് പെട്ടെന്ന് തിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഫ്ലെയിം നന്നായിട്ട് ഞാൻ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇങ്ങനെ ലൈറ്റായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതങ്ങോട്ട് തിളച്ച് പിരിഞ്ഞു പോകും. തിളച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക.
ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. പക്ഷേ മഞ്ഞപ്പൊടി ഇടുമ്പോൾ ഒരു മോരുകറിയുടെ ഒരു ലുക്ക് വരുമെന്ന് ആ ഒരു ലുക്ക് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ മഞ്ഞപ്പൊടി ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അല്ലാണ്ട് തന്നെ ഇപ്പോൾ ഒരു നല്ലൊരു കളർ ഇതിന് കിട്ടിയിട്ടുണ്ട്. ഈ മുളകിൻ്റെ ആ എസൻസ് ഒക്കെ ഇതിൽ യോജിച്ചിട്ട് ഇത് നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇളക്കി കൊടുത്ത് ചെറിയ ചൂടാവുന്നതോടെ വരെ ഇതെങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ മോര് രസം റെഡി ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ മോര് രസത്തിൻ്റെ റെസിപ്പി. അപ്പം സമയം കിട്ടുമ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് നമ്മളെ അറിയിക്കുക. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ആഴ്ച നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. എല്ലാവർക്കും ഒരുപാട് താങ്ക് യു.